നമസ്കാരം. എൻ്റെ പേര് മഞ്ജിമ. എൻ്റെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെൻറ് തോമസിലാണ് പഠിക്കുന്നത്. നേരത്തെ പ്ലേ സ്കൂളും UKG LKG ഒക്കെ വേറെ സ്കൂളിലായിരുന്നു കൂടുതൽ തന്നുള്ള. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ളതും പിന്നെ കുറച്ച് പേരുടെ അടുത്ത് ഏറ്റവും നല്ല സ്കൂൾ ഏതാണെന്ന് തിരക്കിയ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളാണെങ്കിൽ എല്ലാവരും നേരത്തെ സെൻറ് തോമസ് സ്കൂളിൽ തന്നെ ആയിരുന്നു. അപ്പം തിരക്കിയ സമയത്ത് സെൻറ് തോമസ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞത്. അത് തെറ്റിയില്ല ഞങ്ങൾക്ക്. കാരണം എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് എൻ്റെ മോൾക്ക് നേരത്തെ നിന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റായിട്ട് പറയും, മോൾ നന്നായി സംസാരിക്കാൻ പഠിച്ചു. എന്തെന്നാൽ എൻ്റെ മോൾ നന്നായിട്ട് പുറകിലോട്ടായിരുന്നു സംസാരിക്കാനും മറ്റുള്ളവരോട്ട് ഇടപഴകാനും എല്ലാം. ഇപ്പോൾ അങ്ങനെയല്ല. അവളെല്ലാവരോടും സംസാരിക്കാനാണെങ്കിലും ഫസ്റ്റ് സ്കൂൾ തുറപ്പിന് ഞാൻ ടീച്ചേഴ്സിനെ കണ്ട് ആദ്യമേ പറഞ്ഞതാണ്, അക്ഷരങ്ങളൊന്നും അറിയില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് മോൾക്ക്. അപ്പം ടീച്ചേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, ഇനി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഒന്നും അറിയാത്തതിൽ നിന്ന് അവൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റായി. കാരണം 2 അക്ഷരം അവൾ കൂട്ടി വായിക്കാൻ പോലും പഠിക്കുന്നത്. റീഡിങ് ഞാൻ കണ്ട മെയിൻ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, റീഡ് ചെയ്ത് എന്നും കുട്ടികളാണെങ്കിലും ഒക്കെ വീഡിയോ ഇടുമ്പം ആദ്യമൊന്നും മോൾക്കിടാൻ പക്ഷേ അവൾക്ക് അക്ഷരങ്ങൾ കറക്റ്റ് അറിയാത്തത് കൊണ്ടും എല്ലാം പേടിയായിരുന്നു. പിന്നെ അവൾ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അമ്മ ഞാൻ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ കണ്ടിട്ട് ഇപ്പം ഞാൻ പറയും മോളെ ഒന്ന് മടി കാണിച്ച് ഞാൻ പറയാം, നോക്ക് എല്ലാ കുട്ടികളും ഇടുന്നുണ്ട്, അപ്പം അവരൊക്കെ ഈ വായിക്കുന്നതാണെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഗ്രൂപ്പിൽ ഓരോ വീഡിയോസ് അവർ തന്നെ എടുത്തു വെച്ച് നോക്കുന്ന ടൈമിൽ കുട്ടികൾ വായിച്ചിരുമ്പോൾ അപ്പോൾ നമുക്ക് വായിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ വായിക്കാനുള്ളൊരു അവരുടെ സൈഡിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇത് പിന്നെ സെൻറ് തോമസിൻ്റെ തന്നെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഞാൻ മുൻപ് പഠിച്ച സ്കൂളിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചിലപ്പോൾ ചെറിയ ക്ലാസ് ആണെങ്കിലും അപ്പം ഞാൻ ചോദിച്ചു വേറെ എൻ്റെ കൂടെ നേരത്തെ മുന്നേ ക്ലാസ്സിലുള്ള, അതായത് LKG UKG അപ്പോൾ പറഞ്ഞാൽ അവർക്ക് അങ്ങനെയാണ്, നേരത്തെ അവരങ്ങനെ വായിച്ചിടാറുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയ ക്വാളിറ്റിയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ഇപ്പോൾ അടുപ്പിച്ചിപ്പോൾ മോള് വയ്യാത്തൊക്കെ വരുന്ന ടൈമിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് അത് ചോദിക്കും നമ്മുടെ അടുത്ത്, എന്താണ് ഇടാത്തത്. പിന്നെ മെയിനായിട്ട് ഒരു ദിവസം ലീവ് എടുത്താൽ എല്ലാം അത് എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഒന്ന് മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പം എന്നെ വിളിച്ചല്ലെങ്കിൽ എന്താണ് മാം, അപ്പം ഞാൻ ഇടയ്ക്ക് രണ്ടാമതൊരു ബേബി ആയ ടൈമിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ മുൻപ് ടീച്ചേഴ്സ്മാരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, അപ്പം വേറെ ആരും ഇല്ല, അപ്പം ഒന്ന് ശ്രദ്ധിക്കാൻ. അപ്പോൾ റെമഡി ക്ലാസ്സിനൊക്കെ ഇരുത്തി കുറച്ച് ലീവ് വരുന്നുള്ള ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷേ ഒരുപാട് എൻ്റെ മോള് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. കാരണം ഒന്നും അറിയാത്തതിൽ നിന്നും അവൾക്ക് എന്തൊക്കെയോ അറിയാവുന്നതിലാക്കിയതിൽ സെൻറ് തോമസ് സ്കൂളിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. പിന്നെ എഴുതാനൊക്കെ ഉണ്ട്. ഇപ്പം ചില വാക്കുകൾ നമ്മളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ ഇത്രയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര സന്തോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മോള് ഭയങ്കര പുറകിലോട്ടുള്ളൊരു നാക്ക് തിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അത്ര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എൻ്റെ മോള് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഞാനൊക്കെ പഠിക്കുന്നൊരു സമയത്താണെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നാളെ വരല്ലേ, അല്ലേ അങ്ങനൊരു പേടിയെ കാണും. പക്ഷേ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്ന് ചോദിച്ചാൽ പറയും ഷംസിമ ക്ലാസ് ടീച്ചർ തന്നെയാണ്. അപ്പം മാമിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് എല്ലാം മോൾക്കറിയാം. അപ്പോൾ അത് ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കുട്ടികൾ അങ്ങനെ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അതേ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മോള് ക്ലാസ് ടീച്ചറിന് ഇഷ്ടപ്പെടുന്നത്. അപ്പം അത്രയും ഒരു ഫ്രീഡം ആണെങ്കിലും അവർക്കെല്ലാം ചോദിക്കാനാണെങ്കിലും ഒക്കെ ഉള്ളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീച്ചേഴ്സാണ് ഉള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി സെൻറ് തോമസ് സ്കൂളിനോടും സ്കൂളിലെ ടീച്ചേഴ്സിനോടും. താങ്ക്സ്. പിന്നെ എൻ്റെ മോളെ ഇത്രയും മാറ്റിയെടുത്ത് എനിക്ക് തന്നതിന്. പേടിയായിരുന്നു ആദ്യമൊക്കെ, അതെല്ലാം മാറി. അപ്പം ഇനിയാണെങ്കിലും ഇതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓക്കെ.